വാർത്തയിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ ബ്ലോക്കിലേക്ക് മാറ്റി. അഫാനൊപ്പം പോലീസിന്റെ വിശ്വസ്തനായ മറ്റൊരു തടവുകാരനുമുണ്ട്. അഫാനെ നിരീക്ഷിക്കാൻ 24 മണിക്കൂറും ജയിൽ ഉദ്യോഗസ്ഥരുമുണ്ട്. താൻ ജീവനൊടുക്കുമെന്ന് ജയിലിലെത്തിയ ശേഷം അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പ്രത്യേക നിരീക്ഷണം ഏർപ്പാടാക്കിയത്. കടബാധ്യതയെ തുടർന്നാണ് കൂട്ടക്കൊല നടത്തിയതെന്നാണ് ജയിൽ ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയാണ് മെഡിക്കൽ കോളേജിൽ നിന്നും അഫാനെ ജയിലിലേക്ക് മാറ്റിയത്. അഫാനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ വെള്ളിയാഴ്ച വെഞ്ഞാറമൂട് പോലീസ് കോടതിയിൽ നൽകും. ഇന്ന് അപേക്ഷ നൽകാനായിരുന്നു തീരുമാനമെങ്കിലും അഫാന്റെ ആരോഗ്യ മാനസിക നില നോക്കിയ ശേഷം നൽകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പ്രതി അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. കൂട്ടക്കൊലയെക്കുറിച്ച് അഫാൻ വിവരിക്കുകയും ചെയ്തു. മനുഷ്യനെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്താപമൊന്നുമില്ലാതെയായിരുന്നു വിവരണം. അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നത്. ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചിരുന്നു. കൊലപ്പെടുത്തുന്നതിന് മുമ്പ് കാമുകിയോട് മനുഷ്യനോട് കൊലപാതകങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിരുന്നുവെന്നും അഫാൻ വെളിപ്പെടുത്തി. എന്നാൽ താനും മരിക്കുമെന്ന് അഫാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതിനെ തുടർന്ന് അഫാനെ ജയിൽ പ്രത്യേക നിരീക്ഷണത്തിലേക്ക് ആക്കുകയായിരുന്നു. കൂട്ടക്കൊലയ്ക്ക് കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയെന്ന് ആവർത്തിക്കുകയാണ് പ്രതി അഫാൻ. കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. ഉമ്മ മരിച്ചു എന്ന് കരുതിയാണ് മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയത്. ബന്ധുക്കൾ സ്ഥിരമായി ആക്ഷേപിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത്. ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിൽ കഴിയുന്ന അഫാനെ ഉടൻ വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങില്ല എന്നാണ് ഇപ്പോഴുള്ള നിലവിലെ സൂചനകൾ. ഇന്ന് നെടുമങ്ങാട് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ജയിലിൽ അഫാന്റെ മാനസികാരോഗ്യ നില നിരീക്ഷിച്ച ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനാണ് നീക്കം. അഫാനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മാത്രമേ കുടുംബത്തിന്റെ കടബാധ്യതയുടെ വ്യാപ്തി സംബന്ധിച്ചും എന്താണ് കടത്തിന് കാരണമെന്നും വ്യക്തമാവുകയുള്ളൂ. അഫാനും ഉമ്മയ്ക്കും ഏതാണ്ട് 60 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട് എന്നാണ് പോലീസിന് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. ഇവർക്ക് പണം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി വരികയാണ്. ആർഭാട ജീവിതമാകാം കടത്തിന് കാരണമെന്നാണ് കരുതപ്പെടുന്നത്. അഫാന്റെ പിതാവ് റഹീം സൗദി നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ്. കോവിഡ് കഴിഞ്ഞ് വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം ഇതേ നിലയിലാണ് ജീവിതം തുടർന്നത്. ഇതിനായി പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നുവെന്നാണ് വിവരം. പിന്നീട് ഉമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തി. എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടെ പ്രശ്നം വഷളായി. ബന്ധുക്കൾ നിരന്തരം പണം ആവശ്യപ്പെടുകയും അധിക്ഷേപിക്കുകയും ചെയ്തുവെന്നാണ് അഫാൻ പറയുന്നത്. ഇത് സഹിക്കാൻ കഴിയാതെ ഒടുവിൽ കൂട്ടക്കൊല നടത്തുകയായിരുന്നുവെന്നും അഫാൻ പറയുന്നുണ്ട്. ദിവസവും 10,000 രൂപയോളം വിവിധ സാമ്പത്തിക ഇടപാടുകൾക്ക് നൽകേണ്ട വിധത്തിൽ കടക്കെണിയിലായിരുന്നു അഫാൻ എന്നാണ് കണ്ടെത്തൽ. പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിൽ ഏറെയും. പാങ്ങോട് താമസിക്കുന്ന മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത സ്വർണം പണയം വെച്ചതിൽ 40,000 രൂപ കലറയിലെ കാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷമാണ് അഫാൻ പലർക്കും ഗൂഗിൾ പേ വഴി പണം അയച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പണം കൊടുത്തതിൽ മാണിക്കൽ പഞ്ചായത്തിലെ സഹകരണ സ്ഥാപനത്തിലെ പ്രതിദിന കളക്ഷൻ ഏജന്റും ഉൾപ്പെടുന്നുണ്ട്. കടബാധ്യത സംബന്ധിച്ച് അഫാന്റെ മൊഴി പിതാവ് അബ്ദുൾ റഹീം നൽകിയ വിവരങ്ങളും തമ്മിലെ പൊരുത്തക്കേടുകൾ നീക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആക്രമണത്തിന്റെ തല ഭിത്തിയിലിടിച്ചു വീണ് രക്തം വാർന്ന അബോധാവസ്ഥയിലായ മാതാവ് ഷമി മരിച്ചിട്ടുണ്ടാകുമെന്ന ചിന്തയിലാണ് അഫാൻ കൂട്ടക്കൊല നടത്തിയതെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഷമിയോട് 2,000 രൂപ വേണമെന്ന അഫാന്റെ ആവശ്യമാണ് തർക്കത്തിലും ആക്രമണത്തിലും കലാശിച്ചത്. കൊലപാതകത്തിന്റെ തലേദിവസം പണം ആവശ്യപ്പെട്ട് വീട്ടിൽ തർക്കങ്ങളുണ്ടായി. ഷമി മരിച്ചിട്ടുണ്ടാകാമെന്ന് കരുതിയാണ് ബാക്കിയുള്ളവരെ കൂടി കൊല്ലാമെന്ന ചിന്തയിലേക്ക് എത്തിയത്. ഒറ്റയടിക്ക് തന്നെ ജീവൻ ഒടുക്കുക എന്ന ചിന്തയാകും ആയുധം ചുറ്റികയാക്കാൻ പ്രതിയെ പ്രേരിപ്പിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ഭാഗത്തെ കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയിട്ടുള്ളത്. അഫാന്റെ മൊബൈൽ ഫോൺ ഇതുവരെയും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചിട്ടില്ല. പ്രാഥമിക പരിശോധന മാത്രമാണ് നടത്തിയത്. ഗൂഗിൾ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലുള്ള മൊബൈൽ ഫോൺ സൈബർ സെല്ലിന് നൽകിയിട്ടില്ല. കസ്റ്റഡിയിൽ വാങ്ങുന്ന അഫാന്റെ തെളിവെടുപ്പിന് ശേഷമേ കാര്യങ്ങൾക്ക് വ്യക്തത വരികയുള്ളൂ എന്നാണ് വെഞ്ഞാറമൂട് SHO അനൂപ് കൃഷ്ണൻ വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.